പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതയേറെ നിറഞ്ഞ ജമാദുൽ ഉഖ്റ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് പല പരാതി പറയാറുണ്ട്. ഒന്ന്, ഉസ്താദേ, മനസ്സ് പിടിച്ചിട്ട് കിട്ടുന്നില്ല, തെറ്റ് ചെയ്യാനുള്ള ഭയങ്കര തോന്നലാണ്, ഹറാമ് കാണാനുള്ള തോന്നലാണ്. ചില ആൾക്കാർ പറയുന്നു, ഉസ്താദേ, കച്ചവടം പോയി, തിരിച്ചു കിട്ടുന്നില്ല, ഭയങ്കര ഡള്ളാണ്, ഭയങ്കര വിഷമത്തിലാണ്, കടമാണ് ഉസ്താദെ, കടം എങ്ങനെ വീട്ടണമെന്ന്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരല്ലേ ഞാനും നിങ്ങളും. പലരും ചിലപ്പോൾ പ്രശ്നങ്ങൾ പറയാറില്ല എങ്കിലും ഉള്ളിൽ ഒരുപാട് പ്രശ്ന സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്നൊക്കെ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു 5 സൂറത്ത് പരിചയപ്പെടാം. 5 സൂറത്ത് എന്ന് പറയുമ്പോൾ വലിയ സൂറത്തൊന്നുമല്ല, ചെറിയ സൂറത്താണ്. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുണ്ടല്ലോ. ഈ 114 സൂറത്തുകളിൽ 5 സൂറത്തുകൾ തുടങ്ങുന്നത് കുൽ എന്ന് പറഞ്ഞിട്ടാണ്. കുൽ എന്ന് പറഞ്ഞാൽ നബിയെ താങ്കൾ പറയുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കുൽ എന്ന് കൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകൾ ഖുർആനിലെ, ഈ 5 സൂറത്തുകൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു സമയത്ത്, ഇന്ന് വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? ഓതിയാൽ കിട്ടുന്ന 12 വമ്പൻ നേട്ടങ്ങൾ ഓരോന്നും എണ്ണി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഈ സൂറത്തുകൾ ഏതൊക്കെയാണ്, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ കാണണേ. കച്ചവടക്കാരെ, ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കാതെ പോവരുത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രതയേറെ നിറഞ്ഞ ജമാദുൽ ആഖിർ മാസം, ജമാദുൽ ആഖിർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന, ഇന്നലെ ചെയ്ത, ഈ മാസം ചെയ്ത മുഴുവൻ അമലുകളും സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ലവണ്ണം ഇബാദത്ത് എടുക്കാനും ഒരുപാട് ദുആ ചെയ്യാനും, അല്ലാഹുവേ അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ബറക്കാത്തുകൾ തരുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 4 വരി ബൈത്തുണ്ട്. ഒരുപാട് നേട്ടങ്ങളാണ്. അതൊരു ദുആയാണ്, ഒരു ഇസ്തിഗ്ഫാറാണ്, സ്വർഗത്തെ ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്, എല്ലാമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3 വട്ടം ആ ഒരു തൗബയുടെ വചനം, അതൊരു ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്, അതൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. അതിന്റെ അർത്ഥം പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. അല്ലാഹുവേ പടച്ചവനെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം, ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. അല്ലാഹുവേ, സ്വർഗത്തിലെ ഉന്നതമായ പദവിയാകുന്ന ഫിർദൗസ്, അതിലേക്ക് കടക്കാൻ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഞാൻ അർഹനല്ല അല്ലാഹുവേ, കാരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാണ്. വല അഖ്വ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് പ്രാപ്തിയില്ല, ഞാൻ അത്ര നന്മയൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ച് നരകത്തിൽ കടക്കാൻ എനിക്ക് സാധിക്കൂല, എനിക്ക് ത്രാണിയില്ല. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി. അല്ലാഹുവേ, അതുകൊണ്ട് നീ എനിക്ക് ഓശാരമായി തൗബ തരണം, നീ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. അല്ലാഹുവേ പടച്ചവനെ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഉന്നതനായ വ്യക്തിയാണ്, ഉന്നതനായ അല്ലാഹുവേ. ഇതാണ് ആ ബൈത്തിന്റെ അർത്ഥം. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു 3 വട്ടം പറഞ്ഞു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. പറഞ്ഞു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ഒരു വട്ടം കൂടി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുകയും സ്വർഗത്തിൽ കടത്തുകയും നരകമോചനം തരുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾ
അതിൽ 5 വഖത്ത് ഫർളായ നിസ്കാരമുണ്ടല്ലോ. ഈ 5 വഖത്ത് ഫർളായ നമസ്കാരത്തിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് സുബ്ഹി നമസ്കാരം. ഈ സുബ്ഹി നമസ്കാരത്തിൽ തന്നെ വെള്ളിയാഴ്ച ദിനത്തിലെ, അതായത് ഇന്ന് നമ്മൾ രാവിലെ നിസ്കരിച്ച സുബ്ഹി നിസ്കാരം, അതാണ് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളതെന്നാണ്. പല ആൾക്കാരും ഇന്ന് ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിച്ചവരുണ്ട്, വീട്ടിൽ തന്നെ നിസ്കരിച്ച ആളുകളുണ്ട്. ഉമ്മമാരൊക്കെ വീട്ടിൽ തന്നെ നിസ്കരിച്ചവരാണ്. പലർക്കും ഇന്ന് നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരം ഖളാ ആക്കാതെ ആരാണോ ഇന്നത്തെ സുബ്ഹി നമസ്കരിച്ചത് അവൻ വിജയിച്ചു എന്നാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം ഖളാ ആക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ അന്ന് നമുക്ക് ഖൈറിന്റെ ദിവസമായിരിക്കും. ഖളാ ആയി പോകുന്നുണ്ടോ എങ്കിൽ അത് ഷർറിന്റെ ദിവസമായിരിക്കും. അല്ലാഹു തആല ഖളാ ആവാതെ എല്ലാ നമസ്കാരവും കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഒരുപാട് സുന്നത്തായ അമലുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെ? ഒന്ന്, നമ്മൾ നഖം മുറിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുളിക്കുക, അതിനും പ്രതിഫലമുണ്ട്. വെള്ളിയാഴ്ച ചെറിയ കുട്ടികളെ പോലും കുളിപ്പിക്കുകയാണെങ്കിൽ ഈ നിയ്യത്ത് വെച്ച് കുളിപ്പിക്കണമെന്നൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട്. എന്തുമാവട്ടെ, അതുപോലെ ദിക്റുകൾ അധികരിപ്പിക്കുക, ദുആകൾ ഒരുപാട് കണ്ട് ചെയ്യുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആ അല്ലാഹു എന്തായാലും സ്വീകരിക്കും. പക്ഷെ അത് ഏത് സമയത്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഈ സമയത്തായിരിക്കാം. അത് പല മഹത്തുക്കളും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ഒരു മനുഷ്യൻ ചെയ്താൽ അത് അല്ലാഹു ഉറപ്പായും സ്വീകരിക്കും. അതല്ല ജുമുഅക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. അതല്ല വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടിയുള്ള ബാങ്ക് വിളിച്ചിട്ട് ആ നിസ്കാരത്തിനിടയിലുള്ള സമയം അത് അല്ലാഹു തആല സ്വീകരിക്കും. അതല്ല ഈ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഖത്തീബ് മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ചെയ്യുന്ന ദുആ അത് അല്ലാഹു തആല സ്വീകരിക്കും. അതല്ല വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അല്ലാഹു സ്വീകരിക്കും. ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നല്ലവണ്ണം ദുആ ചെയ്യുക. ചിലപ്പോൾ എല്ലാ സമയത്തും ദുആ ചെയ്തോളണം എന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ദുആ രക്കുക. വെള്ളിയാഴ്ച എന്നല്ല, ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്താലും ഒരു 5 ദുആ മറക്കാൻ പാടില്ല എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉണർത്താറുണ്ട്. ഒന്ന്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ദുആയാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാമത്തെ ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും ഖബർ ജീവിതവും എല്ലാം സന്തോഷത്തിലാവാനുള്ള ദുആയാണ്. ഏതാണ് ദുആ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആയാണ്. പിന്നെ മൂന്നാമത്തെ ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നാലാമത്തെ ദുആ നമ്മുടെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും വേണ്ടിയുള്ള ദുആയാണ്. അവര് മരണപ്പെട്ടവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്ക് വേണ്ടി ദുആ രക്കണം. ഏതാണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന ദുആ. അഞ്ചാമത്തേത് ലോക മുസൽമാന് വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഈ 5 ദുആ മറന്നു പോവണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സമയം, കൃത്യമായ സമയം പറയുന്നില്ല, പറ്റുന്ന വെള്ളിയാഴ്ചയാണല്ലോ, ഏതെങ്കിലും ഒരു സമയം, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഖുൽ എന്ന് തുടങ്ങുന്ന 5 സൂറത്തുകളുണ്ട്. ഈ 5 സൂറത്തുകൾ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അവനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഏകദേശം 12ഓളം നേട്ടങ്ങളുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ഖുൽ എന്ന വിശുദ്ധമായ ഖുർആനിൽ തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ആ സൂറത്ത് ഓതിയാൽ, ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് ഒരു സൂറത്ത്. 2, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. മൂന്നാമത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. പിന്നെ നാലാമത്തെ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അഞ്ചാമത്തെ സൂറത്ത് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജിന്ന്. അപ്പോൾ ഏതൊക്കെയാണ് സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ ജിന്ന്,
ഖുൽ ഊഹിയ ഇലയ്യ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജിൻ. അപ്പോൾ 5 സൂറത്തുകൾ, ഈ 5 സൂറത്തും ഖുൽ ഖുൽ എന്ന് കൊണ്ടാണ് തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആനിലെ ഖുൽ, നബിയെ താങ്കൾ പറയുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഖുൽ എന്ന് കൊണ്ട് തുടങ്ങുന്ന ഈ 5 സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു സമയം, കൃത്യമായ സമയം പറയുന്നത്, ഏതെങ്കിലും ഒരു സമയത്ത് ഓതുക. എന്നിട്ട് നല്ലവണ്ണം ദ്വാരക്കുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ഒന്നാമത്തെ നേട്ടം അതാണ്, അള്ളാഹു ദുആ സ്വീകരിക്കും. പിന്നെയോ ഷിർക്ക് ജീവിതത്തിലേക്ക് വരില്ല. അല്ലാഹ് അൽഹംദുലില്ലാ, അല്ലെ, ബഹുദൈവ ആരാധന, ഷിർക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരൂല. പിന്നെയോ ശൈത്വാന്റെ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും. കേട്ടോ, വീണ്ടും പറയുന്നു, ദുഃഖം, രോഗം, പ്രയാസം ഉണ്ടാവില്ല. ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്തുകൾ നമസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകളായി ഈ സൂറത്തുകളൊക്കെ ഓതൽ വളരെ നല്ലതാണ്. പിന്നെയോ ഉറങ്ങുന്നതിന് മുമ്പ് ഈ 5 സൂറത്തുകളും ഓതിയിട്ട് കൈവെള്ളയിൽ ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മൾ ശരീരത്ത് തടവിയാൽ എപ്പോഴാണോ മരിക്കുന്നത് ഈമാനുള്ള മരണം കിട്ടുമെന്നാണ്. പിന്നെയോ ഒരു യാത്രക്ക് പോകുമ്പോൾ അപകടമുണ്ടാവാതിരിക്കാൻ ഈ 5 സൂറത്തോത്. അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലാതിരിക്കാൻ, അതുപോലെ തന്നെ രോഗങ്ങൾ മാറാൻ, മാനസികമായ അസ്വസ്ഥതകൾ മാറാൻ, കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ. ഇവിടെ കച്ചവടത്തിന്റെ കാര്യം പറയുമ്പോൾ പുസ്തകം ശ്രദ്ധിക്കണേ. അതായത് ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു, ഉസ്താദേ വലിയ പ്രയാസമാണ്, കച്ചവടം ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സങ്കടം പറഞ്ഞു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഈ 5 സൂറത്ത്, ഖുൽ എന്നുകൊണ്ട് തുടങ്ങുന്ന 5 സൂറത്ത് അദ്ദേഹം ഓതി. 7 ദിവസം അദ്ദേഹം ഓതി. അൽഹംദുലില്ലാ, 8ാമത്തെ ദിവസം വന്ന് പറഞ്ഞു, ഉസ്താദേ അൽഹംദുലില്ലാ കച്ചവടം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കച്ചവട സ്ഥാപനത്തിലിരുന്ന് ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് ഈ 5 സൂറത്തും. ഇപ്പൊ ഇതില് 4 സൂറത്ത് ഏതായാലും ചെറിയ ചെറിയ സൂറത്താണ്, നമുക്കത് കാണാതെ അറിയാം. 5ാമത്തെ സൂറത്ത് അതിപ്പോ കാണാതെ അറിയാവുന്നവരുണ്ടാകും, ഇല്ലാത്തവരായിരിക്കും ഭൂരിഭാഗം. സൂറത്തുൽ ജിന്ന് അതെന്ത് ചെയ്യാ, നമ്മുടെ മൊബൈലിൽ ഉണ്ടാവുമല്ലോ, അല്ലെ, ഖുർആൻ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് നോക്കി ഓതിയാ പോരെ. ഒരു 3-4 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ആ സൂറത്തൊന്ന് ഓതി തീർക്കാൻ. അതുകൊണ്ട് സൂറത്തുൽ ജിന്ന് ഇൻഷാ അല്ലാഹ് ഓതിക്കോ. നമ്മുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ശമ്പളം മുടങ്ങിക്കിടക്കുന്നവരാണോ, അത് നമുക്ക് ഹൈറായിട്ട് തിരിച്ചു കിട്ടും. ബിസിനസിന്റെ തകർച്ച അതില്ലാതാകും. ഈമാൻ ഉറക്കാൻ, ഏറ്റവും വലിയ കാര്യം അത്, ഈമാൻ ഉറക്കാൻ നല്ലതാണ്. ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ 5 സൂറത്ത് ഓതിയാൽ കിട്ടും. ഈ 5 സൂറത്തും അത്ഭുത സൂറത്തുകളല്ലേ. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സുലുസുൽ ഖുർആൻ, ഒരു വട്ടം അത് ഓതിയാൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയതിന് തുല്യമാണെന്നാണ്. അപ്പൊ 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയതുപോലത്തെ പ്രതിഫലം കിട്ടും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തോ അത് റുബുഉൽ ഖുർആൻ എന്ന ഒരു വട്ടം അത് ഓതിയാൽ ഖുർആനിന്റെ 4/1 ഭാഗം ഓതിയതിന് തുല്യമായ പ്രതിഫലം കിട്ടും. 4 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മൊത്തം ഖത്തം തീർത്ത പ്രതിഫലമാണ് കിട്ടുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്. അപ്പോൾ സൂറത്തുൽ ജിന്ന് ഓതിയാൽ ഒരുപാട് നേട്ടമുണ്ട്. ലോകത്ത് ജിന്നുകളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം സൂറത്തുൽ ജിന്ന് ഓതിയാൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അതൊക്കെ കണ്ണേറ് സിഹറുകളൊക്കെ തടയാൻ പറ്റുന്ന സൂറത്തുകളാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ലവണ്ണം ദ്വാരക്കുക, ദിക്ർ ഔറാദുകൾ പറയുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അദദു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല. അത് ഒരുപാട് വട്ടം പറയും, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ അദദു സ്വലാത്ത് പറയുക. പിന്നെയോ നമ്മൾ ദുആകൾ അധികരിപ്പിക്കുക. പിന്നെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല എന്ന് പറഞ്ഞുള്ള ബൈത്തുണ്ടല്ലോ, അത് മുടങ്ങണ്ട, അതിങ്ങനെ പരമാവധി അധികരിപ്പിക്കുക. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അതൊക്കെ പറയുക. അപ്പൊ പരമാവധി ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാം, വളരെ ജാഗ്രതയോടുകൂടി, അല്ലെ, ചിലപ്പോൾ നമ്മൾ ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിലും തിരക്കിന്റെ ഇടയിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാ വിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ആപത്തും മുസീബാത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മയും സലാമത്തും റാഹത്തും സന്തോഷവും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ വാപ്പച്ചി, നമ്മുടെ ഉമ്മച്ചി, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, പേരക്കുട്ടികൾ, വേണ്ടപ്പെട്ടവർ, കൂട്ടുകാർ, നാട്ടുകാർ, അല്ലെ, ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ഷർറു ബല മുസീബത്തിനെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇന്നത്തെ ദുആയിൽ നമ്മളെല്ലാവരെയും നിങ്ങൾ ഓർക്കുക. എന്റെ ദുആയിൽ നിങ്ങളൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.